ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ബർത്ത്ഡേ വ്ളോഗാട്ടോ. വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല, എൻ്റെ തന്നെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എവിടെയില്ല. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ ഇനി കുക്ക് ചെയ്ത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഷ്വാബാഹിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഷ്വാബാഹിലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് പോണത്. നമുക്ക് അവിടെ ചെന്ന് കാണാം. അപ്പം നമ്മൾ ഷ്വാബാഹിലെത്തി. ഇനി നമുക്ക് ബസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 678 നമ്പറുള്ള ബസ് കയറണം. ബസ് കയറിയിട്ട് ഒരു 5 മിനിറ്റിലെത്തി. കടയുടെ ഫ്രണ്ടിലെത്തിയിട്ട് കയറണം. ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അടുത്ത് റോബോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കടയുടെ അകത്ത്. എക്സൈറ്റഡ്. നമ്മൾ കടയുടെ അകത്ത് കയറി ഇനി അവരുടെ അടുത്ത് നമ്മൾ 9 പേർക്കുള്ള സീറ്റാണ് റിസർവ് ചെയ്തത്. പക്ഷെ നമ്മൾ ആകെ 7 പേരുള്ളൂ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പം നാട്ടിൽ 12 മണി ആയപ്പോൾ തുടങ്ങി. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ അയച്ചു തുടങ്ങി. എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അയച്ചു എല്ലാവരും താങ്ക് യു പറയണം. ഇനി എപ്പോൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയി ഫുഡ് എന്നിട്ട് കേക്ക് മുറിക്കണം. എക്സാമിന് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. 3/4 മണിക്കൂർ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. അത് കഴിഞ്ഞ് നാളെ ജോലിക്ക് പോകണം. നാളെ പ്രാക്ടിക്കൽസാ. ബെഗ് ലൈറ്റിംഗ് എന്ന് പറയും. ഇന്ന് എക്സാം അല്ല, ചെറിയ ഒരു ഇത് പരീക്ഷ പോലെ, പ്രാക്ടിക്കൽ സെക്ഷൻ പരീക്ഷ പോലെ. അപ്പം ഇതാട്ടോ നമ്മൾ വന്ന കടയുടെ അകത്തുള്ള വ്യൂ. അടിപൊളിയായിട്ട് നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഏകദേശം 10 മണി വരെ ഉള്ളു കട. എന്നിട്ട് 9 മണിയാകുമ്പോൾ കിച്ചണൊക്കെ ക്ലോസ് ചെയ്യും. 10 മണി വരെ കട ഓപ്പൺ ആണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. കുറേ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. ഇങ്ങനെ കങ്കാരു, സീബ്ര, പിന്നെ തവള, പിന്നെന്തായിരുന്നു ക്രോക്കഡൈൽ, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. ഫുഡ് ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കൊന്നും ഇപ്പം ഇല്ല. ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഫുഡിൻ്റെ കൂടെ ഞാൻ അകത്തേക്ക് കഴിച്ചു. ഇപ്പോഴാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഗിഫ്റ്റ് ആട്ടോ. അവളുടെ സ്നാക്സ് അതും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അനന്തു ഗിഫ്റ്റ് ചെയ്തത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന പോക്കറ്റ് 3യും പിന്നെ ഹൊറൈസൻ്റെ ഒരു മൈക്ക് സെറ്റും അനന്തുവിൻ്റെ ഒക്കെ ഗിഫ്റ്റായിരുന്നു. ബാക്കി ഗിഫ്റ്റുകൾ വഴിയെ വരും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോൾ നോക്കാം. വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂല. ഇല്ല കേട്ടോ, ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണ്ട, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് ആഘോഷിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു ഒരു കേക്കെങ്കിലും മുറിച്ചില്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആഘോഷിക്കാന്ന് വെച്ച്. വലിയ ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്. നമ്മൾ ഫ്രണ്ട്സ് മാത്രം, നമ്മൾ വീട്ടുകാർ മാത്രം. പക്ഷേ വീട്ടുകാരെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ മാത്രം. ഒരു ചെറിയ കേക്ക് കട്ടിങ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും കൈ കഴുകാനും പേ ചെയ്യാനൊക്കെ പോയിട്ടോ. ഞാൻ ഒറ്റയ്ക്കായി ടേബിളിൻ്റെ അകത്ത്. ഞാൻ സംസാരിക്കുമ്പോൾ താഴേക്ക് നോക്കി സംസാരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ക്യാമറയിൽ നോക്കി സംസാരിക്കണോ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി സംസാരിക്കണമെന്ന് ഒരു പിടിയില്ല. സത്യം പറയാലോ, ഈ വീഡിയോസ് അങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അടുത്ത വീഡിയോസ് തുടങ്ങി പയ്യെ ശരിയാക്കാം. സത്യം പറയാലോ, ഈ കടയിൽ വന്ന വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇന്ത്യൻ ഫുഡിനോട് താല്പര്യമാണ്. പക്ഷേ ചൈനീസ് അങ്ങനത്തെ രീതികൾ വരുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്ത്യൻ ഫുഡാണെങ്കിൽ കഴിക്കാൻ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ എനിക്കിത് ചൈനീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒക്കത്തിന് നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്ന് വെച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷേ അവസാനമായപ്പോഴേക്കും എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ്. ഇപ്പോൾ വയറ് കുംഭകർണനെ കൂട്ടായി എൻ്റെ. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം ഒരു രക്ഷ ഉണ്ടായില്ല. സർവീസ് ആണെങ്കിലും ഇടയ്ക്ക് വന്നവർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ വന്ന് ചോദിച്ചു. പിന്നെ എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് റോബോട്ടാണ് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചത് മനുഷ്യനെ പോലുള്ള റോബോട്ട് വരുന്ന, പക്ഷെ ചതിച്ചു. ഞാൻ റോബോട്ടിന് വേറെ രീതിയിലുള്ള റോബോട്ടോ ഫുഡ് കൊണ്ടുവന്ന് സെർവ് ചെയ്തത്. എൻ്റെ അടുത്ത് ഇവിടെ വന്നേക്കാളും മുന്നേ ഇവർ പറഞ്ഞു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ മനുഷ്യനെ പോലത്തെ ഉള്ള ഒരാൾ കയ്യിൽ ഫുഡ് കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതായിരുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി വന്നിട്ടുള്ള അത് കഴിഞ്ഞിട്ടാണ് ഷ്വാബാഹിൽ നിന്ന് വണ്ടി എടുത്ത് പോകാനായിട്ട്. ഒരു എത്ര മണിയായി? ഒരു 10:30 മുന്നേ വീട് എത്തണം എങ്ങനെയെങ്കിലും. എന്നാലേ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് നാളെ കുറച്ച് പേപ്പർ എഴുതി സബ്മിറ്റ് ചെയ്യണം.
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് വീടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ സർപ്രൈസായിട്ട് കേക്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ സർപ്രൈസായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് വന്ന വഴിക്ക് ഇവർ പറഞ്ഞു, എന്നിട്ട് ഗിഫ്റ്റ് എന്നിട്ട് പറഞ്ഞ ഗിഫ്റ്റ് നമുക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല, എന്നിട്ട് ലേറ്റ് ആവും വരാനായിരുന്നു. അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലേറ്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഉണ്ടാവില്ല എന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷേ കേക്ക് മുറിക്കുന്ന സമയത്ത് കേക്ക് വെച്ചേക്കണ സ്റ്റാൻഡിൻ്റെ താഴെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. തുറക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തിട്ടാന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഡൈസൺ കിട്ടി ഗൈസ്, ഡൈസൺ. ഇവരെ വന്നതും പോയതും അറിയുള്ളൂ. പക്ഷേ 2 ദിവസം ബർത്ത്ഡേ ഉണ്ടായിരുന്നെങ്കിൽ ലാഭമായിരുന്നു. കുറേ ഗിഫ്റ്റ് കിട്ടിയാൽ. അപ്പം നമ്മൾ എന്നിട്ട് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് സിനിമ കാണാൻ പോകാൻ കേട്ടോ. അത് ബർത്ത്ഡേ സ്പെഷ്യൽ എന്നല്ല, ചുമ്മാ സിനിമ കാണാൻ ഒരു പ്ലാൻ ഇട്ടു. ലോക അപ്പോൾ ലോക കാണാൻ പോവാന്ന് വെച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.